വീണ്ടും പാക് ഡ്രോണിനെ ഇന്ത്യ തവിടുപൊടിയാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പാക് ഡ്രോണിനെ ഇന്ത്യ തവിടുപൊടിയാക്കി. പാക് വിമാനം വീണ്ടും ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു. രാജസ്ഥാനിൽ നിന്നാണ് ഈ വാർത്തകൾ പുറത്തുവരുന്നത്. രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ പാകിസ്ഥാൻ ഡ്രോണിനെ ഇന്ത്യ വീണ്ടും വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി രാജ്യം ചർച്ച ചെയ്യുന്നത്. പാക് വിമാനം വെടിവെച്ചിട്ടതിന് തെളിവുമായി വീണ്ടും ഇന്ത്യ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും രാജസ്ഥാനിലെ സംഭവം. ബാലാകോട്ടിൽ വ്യോമസേന ലക്ഷ്യം കണ്ടുവെന്നും പ്രതിരോധ മന്ത്രാലയം കുറച്ചു മുൻപ് വ്യക്തമാക്കി കഴിഞ്ഞതിന് പിന്നാലെയാണ് പുതിയ നടപടി. ബാലാകോട്ടിൽ വ്യോമസേന ലക്ഷ്യം കണ്ടെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. F-16 വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചില്ലെന്ന പാക് വാദം കള്ളമാണെന്നും ഇതിന് തെളിവുകളുണ്ടെന്നും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വീണ്ടും ആവർത്തിച്ചു. പ്രതിരോധ വക്താവ് രവീഷ് കുമാറാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. പാകിസ്ഥാന്റെ പോർവിമാനം തകർത്തതിനെക്കുറിച്ച് പാകിസ്ഥാൻ മൗനം പാലിക്കുകയാണ്. ബലാക്കോട്ട് ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാൻ വ്യാജ പ്രചരണം ഇപ്പോഴും നടത്തുന്നു. പാക് വിദേശകാര്യ മന്ത്രിയും മുഷാറഫും പാകിസ്ഥാനിലെ ജെയ്ഷെ തലവൻ മസൂദ് അസറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബലാകോട്ടെ സ്ഥലം സന്ദർശിക്കുന്നതിൽ നിന്ന് പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകരെ വിലക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരുപാട് മറകളുണ്ട്. സത്യം പുറത്തു വരാതിരിക്കാനാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ വിലക്കുന്നത്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ അംഗമായ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനിലെ ജെയ്ഷെ ക്യാമ്പുകളുണ്ടെന്നും ജെയ്ഷെ നേതാവ് മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്നതും അറിവുള്ളവരാണ്. സുരക്ഷാ കൗൺസിൽ ജെയ്ഷെ നേതാവ് മസൂദ് അസറിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടാണ് പാകിസ്ഥാന്റെ ഈ മലക്കം മറിച്ചിലുകൾ. അംഗങ്ങളായ രാജ്യങ്ങളുമായി ഇന്ത്യ പലപ്പോഴായി ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇത് UN സാങ്ഷൻ കമ്മിറ്റിയിൽ ആവശ്യപ്പെടും. പുതിയ പാകിസ്ഥാൻ, പുതിയ ചിന്താഗതി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നതെങ്കിൽ ഭീകരവാദികൾക്കെതിരെ പുതിയ നടപടികൾ കൂടി ഉണ്ടാകണം. അതവർ കാണിച്ചു തെളിയിക്കുകയാണ് വേണ്ടത്. പുതിയ പാകിസ്ഥാൻ, പുതിയ ചിന്താഗതി, പുതിയ നടപടികളിലൂടെ തെളിയിക്കണമെന്ന് ഇന്ത്യ ആവർത്തിക്കുന്നു. പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന് പങ്കില്ലെന്നാണ് ഇപ്പോഴും പാകിസ്ഥാൻ വാദിക്കുന്നത്. ജെയ്ഷെ അത് ഏറ്റുപറഞ്ഞ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അത് അല്ലെന്ന് പറയുന്നത്. ഇത് വല്ലാത്ത ശരികേടാണ്. പാകിസ്ഥാൻ ജെയ്ഷെയുടെ വാക്കുകളെയാണോ പ്രതിരോധിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. പാകിസ്ഥാന്റെ F-16 വിമാനം അതിർത്തി കടന്നതിന് ദൃക്സാക്ഷികളും ഇലക്ട്രോണിക് തെളിവുകളും ഇന്ത്യയുടെ പക്കലുണ്ട്. ഒരു F-16 വിമാനം വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ വെടിവെച്ചിട്ടതിനും തെളിവുകളുണ്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായ തെളിവുകളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം തന്നെ F-16 വിമാനങ്ങളുടെ വിൽപ്പന കരാറും നിബന്ധനകളും പരിശോധിക്കാൻ അമേരിക്കയോട് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഈ വ്യക്തമാക്കൽ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് രാജസ്ഥാനിൽ ഇന്ത്യ വീണ്ടും ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തി കടന്നു വന്ന പാകിസ്ഥാൻ ഡ്രോൺ വിമാനത്തെ ഇന്ത്യ വീണ്ടും തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ഡ്രോണിനെ ഇന്ത്യ തവിട് പൊടിയാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ നിലപാടിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല. പാക് വിമാനം വെടിവെച്ചിട്ടുകൊണ്ട് വീണ്ടും ഇന്ത്യ വാർത്തകളിൽ നിറയുമ്പോൾ അതും രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിലാണ് പാകിസ്ഥാൻ ഡ്രോണിനെ ഇന്ത്യ വീഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ.